എല്ലാവർക്കും നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് OA പരീക്ഷയ്ക്ക് ചോദിച്ച മലയാളത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. യാചകൻ എന്ന പദത്തിന്റെ എതിർലിംഗം ഏത്? യാചകൻ, യാചകി. അശ്വത്ഥാമാവപ്പോൾ ഭാഗീരഥി കച്ചത്തിൽ ഋഷികളോടൊപ്പം ഇരുന്നരുളുകയായിരുന്നു. ഭാഗീരഥി കച്ചം ഘടകപദമാക്കുക. SCRTയിൽ നിന്നുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. ഭാഗീരഥി കച്ചം എന്താണ്? ഭാഗീരഥി ഗംഗാ നദിയാണ്. കച്ചം തീരമാണ്. ജലനിരപ്പിൽ നിന്നും വിതാനമായി താഴ്ന്നു നിൽക്കുന്ന പ്രദേശത്തെയാണ് നമ്മൾ സാധാരണ കച്ചം എന്ന് പറയുക. കച്ചത്തിൽ അധിവസിക്കുന്ന കച്ചപി അല്ലെ, കച്ചപം ആമയാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഭാഗീരഥി കച്ചം, ഭാഗീരഥിയുടെ കച്ചം, ഭാഗീരഥിയുടെ തീരം എന്നർത്ഥം. ഉഠെ എന്ന ശബ്ദമാണ് അവിടെ ചേർക്കേണ്ടത്. SCRTയിലെ ഡയറക്റ്റ് ചോദ്യമാണ്. ഭാഗീരഥിയുടെ കച്ചം, ഗംഗയുടെ തീരം. അത് അർത്ഥം മനസ്സിലായി നമുക്ക് ഘടകപദമാക്കാൻ എളുപ്പമാണ്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് ആരാണ്? പമ്പ നദിയാണ്. അതോട് ഓർത്ത് വെച്ചോളൂ. ഉന്മീലനം എന്ന വാക്കിന്റെ വിപരീതം നിമീലനം എന്നാണ്. സത്ത് പ്ലസ് ആചാരം സദാചാരം. ത് എന്ന വർണ്ണം മാറി ദ് എന്ന വർണ്ണം ആദേശം ചെയ്യപ്പെടുന്നു. ആദേശ സന്ധിയാണത്. ശരിയായ പദം എടുത്തെഴുതുക. സമ്രാട്ട് എന്നതാണ്. സം അധികം രാട്ട്, സമ്രാട്ട് എന്ന് വരുന്നു. സം അധികം രാട്ട്, സമ്രാട്ട്. കാണാൻ ആഗ്രഹിക്കുന്നവൻ, കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷയാണ്. കാണാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു. കഴിക്കാനുള്ള ആഗ്രഹം ബുഭുക്ഷ, കഴിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു. പഠിക്കാനുള്ള ആഗ്രഹം പിപഠിഷ, പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപഠിഷു. കുടിക്കാനുള്ള ആഗ്രഹം പിപാസ, കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷ, കാണാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു. ദിദൃക്ഷുവാണ് ഉത്തരം. നദിയുടെ പര്യായം അല്ലാത്ത പദം ഏത്? സ്രോതസ്, ധ്വനി, പയോദം, ദീപവതി. നദിയുടെ പര്യായം ഓർത്തു വയ്ക്കുക. തടിനി, തരംഗിണി, സ്രോതസ്, ധ്വനി, ദീപവതി. സ്രോതസ്, ധ്വനി, ദീപവതി. തടിനി, തരംഗിണി നദിയാണ്. പയോദം മേഘമാണ്. എങ്ങനെയാണ് പയോദം എന്ന പദം? നോക്കിക്കേ. പയസ് എന്നാൽ വെള്ളമാണ്. പയസ് എന്നാൽ വെള്ളം. ധം എന്നാൽ ദാനം ചെയ്യുന്നത്. പയസ്സിനെ ദാനം ചെയ്യുന്നത് പയോദം അഥവാ മേഘമാണ്. പയോദം എന്നാൽ മേഘം എന്നർത്ഥം. മേഘം, മേഘം. ഓർത്തു വയ്ക്കുക. എപ്പോഴും ചോദിക്കുന്നതാണ് മേഘത്തിൻ്റെ പര്യായങ്ങൾ. ഇറങ്ങി പ്ലസ് പോയി എങ്ങനെ വരും? ഇറങ്ങിപ്പോയി, ഇറങ്ങി പ്ലസ് പോയി, ഇറങ്ങിപ്പോയി. നമ്മൾ ഒന്ന് എഴുതി നോക്കാം. ഇറങ്ങി പ്ലസ് പോയി, ഇറങ്ങിപ്പോയി. പ്ലസ് ചിഹ്നം കഴിഞ്ഞ് വ്യഞ്ജനം ഇരട്ടിക്കുന്നു അല്ലേ? അപ്പോൾ ഇറങ്ങി അധികം പോയി, ഇറങ്ങിപ്പോയി. പ്ലസ് ചിഹ്നത്തിന് ശേഷമുള്ള വ്യഞ്ജനം അഥവാ വർണ്ണം ഇരട്ടിക്കുകയാണെങ്കിൽ അത് ദിത്വസന്ധിയാണ്. ഉത്തരം ദിത്വസന്ധിയാണ്. ദിത്വസന്ധി, ദിത്വസന്ധി. ഇറങ്ങി പ്ലസ് പോയി, ഇറങ്ങിപ്പോയി, ദിത്വസന്ധിയാണ്. ശരിയായ പദം ഏത്? മനുഷ്യത്വം എന്നുള്ളതാണ്. സംസ്കൃത പദങ്ങൾക്കൊപ്പം ഗുണത്തെ കുറിക്കുന്ന ഒരു ശബ്ദമാണ് ത്വം എന്ന് പറയുന്നത്. പ്രഭുവിൻ്റെ ഗുണം പ്രഭുത്വം, സ്ത്രീയുടെ സ്ത്രീത്വം. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ഗുണം മനുഷ്യത്വം. മനുഷ്യയാണോ മനുഷ്യത്വം എന്നാണ് പറയുക. അപ്പോൾ മനുഷ്യത്വം എന്ന് പറയുമ്പോൾ ഒരു താ മതി. മനുഷ്യത്വം. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോഴും വരുന്നതാണ് ലഘുത്വം. ഭാരക്കുറവിനെയാണ് ലഘുത്വം എന്ന് വിളിക്കുക. അതിൻ്റെ വിപരീതമാണ് ഗുരുത്വം. ലഘുത്വത്തിൻ്റെ വിപരീതം നിങ്ങൾക്കറിയാം, ഗുരുത്വം. കഠിനമായത് എന്നാണ് ഗുരുത്വം എന്ന വാക്കിനർത്ഥം. ലഘുത്വം ഭാരം കുറഞ്ഞത് എന്നർത്ഥം. അപ്പോൾ ഗുരുത്വത്തിൻ്റെ വിപരീതം അഥവാ ലഘുത്വത്തിൻ്റെ വിപരീതം പഠിച്ചു വയ്ക്കുക. ലഘുത്വം, ഗുരുത്വം. ലഘുത്വം, ഗുരുത്വം. പ്രഭുത്വം, സ്ത്രീത്വം എന്നൊക്കെ പറയുന്ന പോലെ ഗുണം സൂചിപ്പിക്കുന്നതാണ് ത്വം എന്ന ശബ്ദം സംസ്കൃതത്തിൽ സാധാരണ പ്രയോഗിക്കാറുള്ളത് എന്നോർത്ത് വയ്ക്കുക. ആപ്പിൾ ഓഫ് ദ ഐ എന്നതിന് സമാനമായ ശൈലി. ആപ്പിൾ ഓഫ് ദ ഐ എന്താണ്? കണ്ണിലുണ്ണി എന്നതാണ്. കണ്ണിലുണ്ണി. കണ്ടു പിരിച്ചെഴുതുക. എങ്ങനെയാണ് കണ്ടു പിരിച്ചെഴുതുക? കൺ പ്ലസ് തു. ഇത് ആദേശസന്ധിയാണ്. കൺ പ്ലസ് തു എന്താവും? കണ്ടു. നമുക്ക് ണ് എന്നതിന് പകരം ണ ചന്ദ്രക്കലിയിടാം. അൺ എന്നതിന് പകരം അത് രണ്ടും ഒന്നാണ്. അതിനെ സ്വരീകൃത വ്യഞ്ജനം വിളിക്കുക. തു എന്നത് മാറി എന്താവുന്നു? അവിടെ ഢ എന്നുള്ള വർണ്ണം ത് എന്ന വർണ്ണത്തിന് പകരം ഢ എന്ന വർണ്ണം ആദേശം ചെയ്യപ്പെടുന്നു. കണ്ടു. കൺ പ്ലസ് തു ആണ് വരിക. ഖൺ പ്ലസ് തു, ഖൺ പ്ലസ് തു. അടുത്തത് സ്വാമികൾ എന്ന പദം ഏത് വചനത്തിൽ പെടുന്നു എന്നതാണ് ചോദ്യം. സ്വാമികൾ എന്ന പദം ഏത് വചനത്തിൽ പെടുന്നു? വചനം നാമത്തിൻ്റെ എണ്ണത്തെ കുറിക്കുന്നതാണ് വചനം. വചനത്തെ രണ്ടായി തിരിക്കാം, ഏകവചനം ബഹുവചനം.
ബഹുവചനത്തെ വീണ്ടും മൂന്നായി തിരിക്കുന്നു. സലിംഗം, അലിംഗം, പൂജകം. ഇതിൽ പൂജകമാണ് എടുത്ത് നോക്കേണ്ടത്. എണ്ണം കൊണ്ട് ഒന്നേ ഉള്ളൂ എങ്കിലും ബഹുമാനമോ ആദരവോ സൂചിപ്പിക്കാനായി നാമത്തോടൊപ്പം ബഹുവചന പ്രത്യയങ്ങളായ കൾ, മാർ, അർ ഇവ ചേർക്കുന്നതാണ് പൂജക ബഹുവചനം. സ്വാമി എന്ന വാക്കിനോട് നാമത്തോട് ബഹുമാനം കാണിക്കാനായി കൾ എന്ന പ്രത്യയം ചേർന്നിരിക്കുന്നു. സ്വാമികൾ എന്നത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. ജലം എന്നർത്ഥം വരുന്ന പദം ഏത്? അഹസ്, അബ്ദി, അപ്പ്, ധി. 4 പദങ്ങളിൽ ജലം എന്നർത്ഥം വരുന്ന പദം അപ്പാണ്. അപ്പ്, SCRTയിൽ അപ്പ് എന്നെടുത്ത് കൊടുക്കുന്നുണ്ട്. സലിലം വെള്ളമാണ്. വാരി, നീര്, അമ്പു, ജലം എല്ലാം വെള്ളത്തിൻ്റെ പര്യായങ്ങളാണ്. വാരി, അമ്പു, സലിലം, നീര്, ജലം ഇതെല്ലാം അപ്പ് എന്ന അതേ അർത്ഥം നൽകുന്നവയാണ് എന്ന് ഓർത്തു വയ്ക്കുക. നക്ഷത്രമെണ്ണിക്കുക, കഷ്ടപ്പെടുത്തുക. നക്ഷത്രമെണ്ണിക്കുക, കഷ്ടപ്പെടുത്തുക. നക്ഷത്രമെണ്ണുക, കഷ്ടപ്പെടുക. നക്ഷത്രമെണ്ണിക്കുക, കഷ്ടപ്പെടുത്തുക. നക്ഷത്രമെണ്ണുക, കഷ്ടപ്പെടുക. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ഏകദേശം 5000-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉദ്ദേശം 30-നടുത്ത് കുടുംബങ്ങളാണ് അവിടെ കുടിയേറി പാർക്കാൻ വന്നത്. 400-ലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നു. ഏറെക്കുറെ 100-നകത്ത് കുട്ടികൾ അംഗനവാടികളിൽ പോകുന്നുണ്ട്. ഒന്നാമത്തെ ഏകദേശം 1000-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏകദേശം, ഓളം രണ്ടും ഒരേ അർത്ഥം നൽകുന്നവയാണ്. അപ്രോക്സിമേറ്റ്ലി എന്ന അർത്ഥം നൽകുന്നവയാണ്. ഒരേ അർത്ഥമുള്ള 2 വാക്കുകൾ ഒരു വാക്യത്തിൽ പ്രയോഗിക്കേണ്ടതില്ല. ഇനി പ്രയോഗിച്ചാൽ നമ്മളതിനെ പൗനരുക്ത്യം അഥവാ പുനരുക്തി, പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നൊരു ദോഷം. പൗനരുക്ത്യമാണ്, അത് തെറ്റാണ്. ഉദ്ദേശം 30-നടുത്ത് കുടുംബങ്ങളാണ് അവിടെ കുടിയേറി പാർക്കാൻ വന്നത്. ഉദ്ദേശം 30-നടുത്ത്, അതും ഇത്തരത്തിൽ ഒരേ അർത്ഥം നൽകുന്നവയാണ്. അത് രണ്ടും ഒരുമിച്ച് വേണ്ട. 400-ലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നു. ആ വാക്യത്തിൽ തെറ്റൊന്നും കാണുന്നില്ല. ഏറെക്കുറെ 100-നകത്ത് കുട്ടികൾ അംഗനവാടികളിൽ പോകുന്നുണ്ട്. 100-നകത്ത്, ഏറെക്കുറെ രണ്ടും ഒരേ അർത്ഥം നൽകുന്നവയാണ്. ഒരുമിച്ച് പ്രയോഗിക്കേണ്ടതില്ല. ഓപ്ഷൻ 400-ലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നു. 400-ലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നു. 400-ലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നു എന്നതാണ് ഉത്തരം വരിക. പുല്ലിംഗ ശബ്ദം കണ്ടെത്തുക. നമ്പ്യാർ എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് നങ്ങ്യർ. അപ്പോൾ നമ്പ്യാർ എന്നത് പുല്ലിംഗവും നങ്ങ്യർ സ്ത്രീലിംഗവുമാണ്. അപ്പോൾ ഒന്നാമത്തേത് തെറ്റാണ്. രണ്ടാമത്തേത് നമ്പ്യാർ. നമ്പ്യാർ എന്നത് നോക്കുക, നമ്പ്യാർ പുല്ലിംഗമാണ്. ബ്രാഹ്മണൻ, ബ്രാഹ്മണി. പ്രഭു എന്നതിൻ്റെ എതിർലിംഗമാണ് പ്രഭ്വി. പ്രഭുവിൻ്റെ എതിർലിംഗമാണ് പ്രഭ്വി. ഓക്കെ, അപ്പോൾ ബാക്കി 3 സ്ത്രീലിംഗമാണ്. നമ്പ്യാറാണ് പുല്ലിംഗം. ചാക്യാർ എന്നതിൻ്റെ സ്ത്രീലിംഗം ചോദിക്കാം. ചാക്യാർ ഇല്ലൊടമ്മയാണ്. ചാക്യാർ കുത്തി ഇല്ലങ്ങളിലാണ് നടക്കുക എന്ന് ആലോചിച്ചാൽ മതി. ചാക്യാർ കുത്തി ഇല്ലങ്ങളിൽ നടക്കുക. ചാക്യാർ എന്നതിൻ്റെ വിപരീതം ഇല്ലൊടമ്മ. ഇല്ലൊടമ്മ, ഇല്ലൊടമ്മ. ഒറ്റപ്പദം ആക്കുക. ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷം. ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷം. വിരക്തി എന്ന പദത്തിൻ്റെ വിപരീതം വിരക്തി, ആസക്തി. വിരക്തി എന്ന പദത്തിൻ്റെ വിപരീതം ആസക്തി. കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമായി വരുന്നത്. കഴുതക്കാമം കരഞ്ഞു തീർക്കും. പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു. പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു. ട്രാൻസിറ്ററി മെഷേഴ്സ് എന്നതിൻ്റെ ശരിയായ വിവർത്തനം. ട്രാൻസിറ്ററി മെഷേഴ്സ് എന്നതിൻ്റെ ശരിയായ വിവർത്തനം ഇടക്കാല നടപടികൾ. ഇടക്കാല നടപടികൾ. ഏകദേശം 20 ചോദ്യത്തോളം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ഞാൻ പറഞ്ഞ പ്രയോഗം തെറ്റല്ലേ? ഏകദേശം, ഓണം. ഏകദേശം 20 ചോദ്യം നമ്മൾ നോക്കിയിട്ടുണ്ട് എന്നേ ഉപയോഗിക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ വീണ്ടും ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി വീണ്ടും കാണാം.